വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഈ പ്രഭാതത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനാകട്ടെ. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ചില കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 12 സംവത്സരമായി രക്തസ്രാവത്താൽ കഷ്ടപ്പെട്ട് വളരെ ദുഃഖത്തിലും നിരാശയിലുമായിരുന്ന ഒരു സ്ത്രീ യേശുവിനെ കുറിച്ച് അറിഞ്ഞു. അവിടെ ആ ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, 12 വർഷം അവൾ ഈ രോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. ശരീരത്തിലെ രക്തം വാർന്നു പോവുകയാണ്. ഏറ്റവും പരവശയായ സ്ത്രീ. അവള് അനേക വൈദ്യന്മാരാൽ, ഇവിടെ വായിക്കുന്ന അനേക വൈദ്യന്മാരാൽ വളരെ കഷ്ടപ്പെട്ടു. അന്ന് അവൈലബിൾ ആയിട്ടുള്ള സകല മെഡിസിനുകൾ ഉപയോഗിച്ചു, എന്നാൽ യാതൊരു ശമനമില്ല. അത് മാത്രമല്ല, അവളുടെ വസ്തുവകൾ വിറ്റിട്ട് അവൾ ചികിത്സ തുടർന്നു, അതിന് യാതൊരു ശമനമില്ല. അങ്ങനെ നിരാശയായി പരവശയായ ഒരു സ്ത്രീ, കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടു. ഓടിയെത്തി. യേശു അനേകരുടെ നടുവിൽ നിൽക്കുമ്പോൾ അവിടെ മനസ്സിൽ ഇങ്ങനെ വിശ്വസിച്ചു, ഞാൻ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ എങ്കിലും തൊട്ടാൽ എൻ്റെ രോഗത്തിന് ശമനം ലഭിക്കും. വിശ്വാസത്തോടെ വലിയ സമൂഹത്തിന് നടുവിൽ യേശുവിൻ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട മാത്രമേ തന്നെ യേശുവിന്റെ ശക്തി പുറപ്പെട്ട് അവള് പരിപൂർണമായി സൗഖ്യം പ്രാപിച്ചു. യേശു ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? കേട്ടവരെല്ലാം ഇങ്ങനെ മറുപടി പറഞ്ഞു, അനേകർ നിന്നെ തൊട്ടു, അനേകർ തള്ളുന്നുണ്ട്, അനേകർ പുഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ യേശു അതല്ലേ ചോദിച്ചത്, ആ ഒരാൾ എന്നെ തൊട്ടു. അതെ, യേശു ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞിരിക്കുക, അതെ ഇനിയും എന്റെ കാര്യങ്ങൾ ഞാൻ യേശു പറയുമെന്ന് പറഞ്ഞു. ഓടിയെത്തി യേശു മുമ്പിൽ വീണിട്ട് അവളിങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാനാണ് സ്ത്രീ. യേശു 3 കാര്യം അവളോട് പറഞ്ഞു. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മാത്രമല്ല, ബാധ ഒഴിഞ്ഞ് നീ സ്വസ്ഥയിരിക്കുക. 3-ാമത്, സമാധാനത്തോടെ പോകുക. ഈ 3 സന്ദേശം, 3 വചനം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഏതെങ്കിലും രീതിയിൽ ശാരീരികമായോ മാനസികമായോ തളർന്നോ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, എല്ലാം ക്ഷയിച്ചു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി ആശയില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ, നിങ്ങളുടെ ആത്മാവിൽ യേശുവിനെ സ്പർശിക്കുക. കർത്താവേ, എനിക്ക് നിന്നിൽ നിന്ന് സൗഖ്യം ആവശ്യമാണ്, എനിക്ക് സമാധാനം ആവശ്യമാണ്. യേശു തന്നെ കരം നീട്ടി തന്റെ ശക്തി അയച്ച് നിങ്ങളെ സൗഖ്യമാക്കുവാൻ അവൻ വിശ്വസ്തനാണ്. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. പാപങ്ങളെ ക്ഷമിച്ച് സൗഖ്യമാക്കി സമാധാനത്തോടെ പറഞ്ഞറിയിക്കുന്ന കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആകയാൽ ഭയപ്പെടാതെ യേശുവിന്റെ അടുക്കൽ നിങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുക. ഏത് ജാതിയിൽ, ഏത് വ്യക്തി ആയിക്കോട്ടെ, യേശു നമ്മളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഈ വചനം ശ്രവിച്ച എല്ലാ ദിന മക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഏതെങ്കിലും രീതിയിൽ നിരാശപ്പെട്ടോ, നഷ്ടപ്പെട്ട അവസ്ഥയിലോ, പണനഷ്ടമോ, മാനസികമായ തകർച്ചയിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതേ ഈ വചനം അവർക്ക് ആശ്വാസമായിരിക്കട്ടെ. നീ അവരെ ബലപ്പെടുത്തണം, ധൈര്യപ്പെടുത്തണം. നിന്റെ വചനം വെച്ച് അവരെ സൗഖ്യമാക്കണം, സമാധാനം, സന്തോഷം കൊടുക്കണം. പ്രാർത്ഥനയോട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.